തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്, അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രമേയങ്ങൾ, ഇസ്ലാം പഠിപ്പിക്കുന്ന തത്വങ്ങൾ അത് ഏത് കാലഘട്ടത്തിലേക്കും പറ്റുന്ന കാര്യമല്ല. മറിച്ച് അതെല്ലാം കാലഹരണപ്പെട്ടുപോയി എന്നും അതെല്ലാം ചരിത്രത്തിലേക്ക് വഴിമറിഞ്ഞു പോയി എന്നുമെല്ലാം പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ അതിന്റെ വസ്തുത? ആ രൂപത്തിലുള്ള ചർച്ചകളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കറിയാം, ഞാനത് കൂടുതൽ വിശദീകരിക്കാതെ തന്നെ നമ്മുടെ ഈ എക്സിബിഷന്റെ പവലിയനിൽ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ഭാഗം വിമർശനങ്ങൾക്കുള്ള മറുപടികൾ എന്നുള്ളതാണ്. ഒന്ന് മനസ്സറിഞ്ഞ് വായിച്ചാൽ ഇസ്ലാമിനെ കുറിച്ച് വിമർശകർ ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള മറുപടി ആ ഒരു പവലിനിയിൽ നിന്ന് തന്നെ നമുക്ക് ഓരോരുത്തർക്കും കാണുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിക്കുന്നതാണ്. എന്നാൽ ഞാൻ എന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രസംഗിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന തലം അത് ഇസ്ലാമിന്റെ ഉള്ളിലുള്ള ആളുകൾ പ്രമാണങ്ങളിൽ നിന്നും മാറി നിന്നപ്പോൾ അവർക്ക് വന്ന അപജയങ്ങളെക്കുറിച്ചും അത്തരത്തിലുള്ള ആളുകൾ പ്രമാണങ്ങളിലേക്ക് മടങ്ങാതിരിക്കുന്ന കാലഘട്ടത്തോളം അവർക്ക് വരാനിരിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും അത് മുഖേന ഇസ്ലാമിന് സംഭവിക്കുവാനിരിക്കുന്ന, അതല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് സംഭവിക്കാനിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ഈ ഒരു ചെറിയ പ്രസംഗത്തിലൂടെ സൂചിപ്പിക്കുവാൻ, അതല്ലെങ്കിൽ ഈ ചെറിയ സമയത്ത്, അതല്ലെങ്കിൽ ഈ കുറഞ്ഞ സമയത്ത് നിങ്ങളോട് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കൊണ്ട് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അശ്ഉബുൽ ഈമാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, യൂശികു അൻ യഅതി അലന്നാസി സമാനുൻ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതായത് യൂശികു ആവാറായിട്ടുണ്ട്, അലന്നാസി ജനങ്ങളുടെ മേലാകാറായിട്ടുണ്ട്, ഒരു കാലഘട്ടം വരാറായിട്ടുണ്ട്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, അവന്റെ പേരല്ലാതെ മറ്റൊന്നും തന്നെ ഇസ്ലാമിൽ നിന്നും അവശേഷിക്കുന്നതല്ല. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ഖുർആനിൽ നിന്നും അതിന്റെ എഴുത്തുകളല്ലാതെ മറ്റൊന്നും തന്നെ ബാക്കിയാവുകയില്ല. മാത്രവുമല്ല മസാജിദുഹും ആമിറ, ആ കാലഘട്ടത്തിലെ പള്ളികൾ വലിയ രൂപത്തിലുള്ള പള്ളികളായിരിക്കും. എന്നാൽ വഹിയ ഖറാബും മിനൽ ഹുദാ, യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസം അതല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഹിദായത്ത് നൽകുന്നതിനെ സംബന്ധിച്ച് ആ പള്ളികളിൽ നിന്നും ഒന്നും ലഭിക്കുന്നതല്ല. എല്ലാ ഹിദായത്തുകളും നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് പള്ളികളാകും. ഉലമാഉഹും, ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ പ്രത്യേകത ശർറു മൻ തഹ്ത അദീമിസ് സമാ, ആകാശത്തിന്റെ താഴെ ജീവിക്കുന്ന നികൃഷ്ട ജീവികൾ, ഏറ്റവും വലിയ നികൃഷ്ടർ ആ സമൂഹത്തിലെ ഉലമാക്കളായിരിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. മാത്രവുമല്ല, ആരെങ്കിലും ആ ഉലമാക്കളുടെ അടുക്കൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് എങ്കിൽ അവർ വരുന്നത് കുഴപ്പങ്ങൾ കൊണ്ടായിരിക്കും. ആ കുഴപ്പങ്ങൾ കൊണ്ടായിരിക്കും അത്തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകൾ തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുക. മാത്രവുമല്ല, എല്ലാ കുഴപ്പങ്ങളും അടങ്ങുന്നതും ഇത്തരത്തിലുള്ള ആലിമീങ്ങളിലേക്ക്, ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരിലേക്കാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഫ്തരികു ഉമ്മത്തി അലാ 73 മില്ല, തഫ്തരികു ഉമ്മത്തി, എന്റെ ഉമ്മത്ത് അത് ഛിന്ന ഭിന്നമായി പോകുന്നതാകുന്നു. അലാ 73 മില്ല, അത് 73 വിഭാഗങ്ങളാകും. കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലേക്കാകുന്നു. ഇല്ലാ മില്ലത്തും വാഹിദ, ഒരു മില്ലത്തൊഴികെ, ഒരു കക്ഷിയൊഴികെ. ഖാലു, ആ സമയത്ത് സഹാബിമാർ ചോദിക്കുകയുണ്ടായി, വമൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഏതാണ് ആ മില്ലത്ത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സഹാബിമാരും ഏതൊരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് ആ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ, ആ നിലപാടോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകൾ. സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കേണ്ടത് ആ സഹാബിമാർ ജീവിച്ച മാർഗത്തിലൂടെ ജീവിക്കുന്നവരായിരിക്കും യഥാർത്ഥത്തിൽ സ്വർഗ്ഗപ്രവേശനത്തിന് അർഹരായി തീരുക എന്നുള്ള വസ്തുത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്.
നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരിക്കൽ ഒരാൾ വരികയുണ്ടായി. ഒരാൾ വന്നുകൊണ്ട് അയാൾക്ക് അറിയുന്ന അതല്ലെങ്കിൽ അയാൾക്ക് സംശയമുള്ള ഒരു കാര്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന്റെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക വീക്ഷണം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ഇസ്ലാമിക വീക്ഷണം പറഞ്ഞപ്പോഴായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഈ വന്ന മനുഷ്യൻ പറയുകയുണ്ടായി, എന്നാൽ അബൂബക്കർ പറഞ്ഞത് അപ്രകാരമല്ലല്ലോ, ഉമർ പറഞ്ഞത് അപ്രകാരമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം ഉന്നയിച്ച സാഹചര്യത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞൊരു മറുപടിയുണ്ട്. യൂശികു അൻ തുൻസല അലൈക്കും ഹിജാറതൻ മിനസ് സമാ, ആകാശത്തു നിന്നും കല്ലുമഴ വർഷിക്കുവാൻ സമയമായിട്ടുണ്ട്. അഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറയുന്നു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന്. എന്നാൽ തഖൂലൂൻ, നിങ്ങൾ പറയുന്നു ഖാല അബൂബക്കർ വ ഉമർ, അബൂബക്കറും ഉമറുമാണ് പറഞ്ഞത്. ഞാൻ പറയുന്നു അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നീട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നീട് അവിടെ അബൂബക്കർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ അതല്ലെങ്കിൽ സമൂഹമേ നിങ്ങൾ മാറി നിൽക്കുവാൻ തയ്യാറാണ് എങ്കിൽ ഞാൻ ഭയപ്പെടുന്നത് നിങ്ങളിലേക്ക് ആകാശത്തു നിന്നും കല്ല് മഴ വർഷിക്കുക തന്നെ ചെയ്യും. അതിനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചൊരു നിലപാട്, ആ ഒരു നിലപാടായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നാൽ, പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നാൽ അതായിരിക്കണം മതത്തിന്റെ പ്രമാണം, അതായിരിക്കണം മതത്തിന്റെ പ്രമാണം. അതല്ലാതെ ഏതെങ്കിലും മദ്ഹബുകളുടെ പിന്നാലെ പോകുവാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചിന്താധാരകളെ തഖ്ലീദ് ചെയ്യുവാനോ ഒരിക്കലും തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നമുക്കറിയാം, ആ മദ്ഹബിന്റെ ഇമാമുമാർ തന്നെ പറയുന്ന കാര്യത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, ഒന്ന് ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ, ഒന്ന് പഠിക്കുവാൻ തയ്യാറാണെങ്കിൽ ആ മദ്ഹബിന്റെ ഇമാമുമാർ പോലും പറഞ്ഞ കാര്യങ്ങൾ പ്രമാണം എവിടെയാണ് ഉള്ളത് അവിടെയാണ് ഞാനുള്ളത്. പ്രമാണത്തിനെതിരായിക്കൊണ്ട് എന്റെ വാക്കുകൾ വരികയാണെങ്കിൽ നിങ്ങൾ പ്രമാണത്തെയാണ് പിൻപറ്റേണ്ടത് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ലാ യഹില്ലു ലി അഹദിൻ അൻ യഖുദ ബിഖൗലിനാ മാ ലം യഅലം മിൻ ഐന അഖദിനാഹു. അല്ലാഹുവിന്റെ റസൂലിൽ നിന്നും കൃത്യമായി മതം പഠിച്ച സഹാബത്തുകളെ കണ്ട, ആ സഹാബത്തുകളിൽ നിന്നും മതം പഠിച്ച താബഈ നേതാക്കന്മാരിൽപ്പെട്ട ആളുകളായിരുന്നു ഇത്തരത്തിലുള്ള പല ഇമാമുമാരും. അതിൽപ്പെട്ട ഒരാളായ മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ലാ യഹില്ലു ലി അഹദിൻ, ഒരാൾക്കും അനുവദനീയമല്ല അൻ യഖുദ ബിഖൗലിനാ, നമ്മുടെ വാക്കുകളെ എടുക്കുക എന്നുള്ളത്. അബൂ ഹനീഫ അത് പറഞ്ഞിട്ടുണ്ട്, അബൂ ഹനീഫ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുക അതൊരിക്കലും അനുവദനീയ മാലം യഅലം മിൻ ഐന അഖദിനാഹു, ആ കാര്യം ഞാൻ എവിടെ നിന്നാണ് എടുത്തത് എന്ന് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇമാം അബൂ ഹനീഫ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുവാൻ ഒരാൾക്കും തന്നെ അനുവദനീയമല്ല എന്ന് മഹാനായ അബൂ ഹനീഫ തന്നെ പറയുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാം, അദ്ദേഹം മറ്റൊരിക്കൽ പറയുകയുണ്ടായി, ഹറാമുൻ അലാ മൻ ലൻ യഅരിഫ് ദലീലി അൻ യുഫ്തി ബികലാമി, എന്റെ തെളിവുകൾ, ഞാൻ ഉദ്ദേശിച്ച അതല്ലെങ്കിൽ ഞാൻ ഒരു കാര്യത്തിന് ഫത്വ കൊടുക്കുവാൻ വേണ്ടി ഉദ്ധരിച്ച തെളിവുകൾ, അതല്ലെങ്കിൽ ഞാൻ ഫത്വ കൊടുക്കുവാൻ വേണ്ടി ഞാൻ കണ്ടിരുന്ന തെളിവുകൾ ഏതാണെന്നറിയാത്ത ആളുകൾ എന്റെ ഫത്വ എടുത്തുകൊണ്ട് ഉദ്ധരിക്കാൻ പാടുള്ളതല്ല എന്ന് പോലും പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അപ്രകാരമാണ് എങ്കിൽ തൊട്ടടുത്ത് തന്നെ ഇമാം മാലിക്കിനെ നമുക്ക് കാണാം. അദ്ദേഹം പറയുകയാണ്, ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, ഉഖ്തിഉ വ ഉസീബു, എനിക്ക് തെറ്റുപറ്റാം, എനിക്ക് ശരിയും വരാം. അതുകൊണ്ട് ഫൻളിറു ഫീ റഅയി, എന്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കണം. എന്റെ അടുക്കൽ നിന്നും ഒരു കാര്യം നിങ്ങൾ കേട്ടാൽ, എന്റെ പേരിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടതുണ്ട്. ഫകുല്ലു മാ വാഫഖൽ കിതാബു വസ്സുന്ന ഫഖുദൂഹു, ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ എടുക്കുക. വകുല്ലു മാ ല യുവാഫിഖൽ കിതാബു വസ്സുന്ന ഫത്റുകൂഹു, ഖുർആനിനും സുന്നത്തിനും യോജിക്കാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത് എങ്കിൽ അതിനെ നിങ്ങൾ തള്ളിക്കളയേണ്ടതുണ്ട് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയുകയാണ്. അതേ രൂപത്തിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, അജ്മഅൽ മുസ്ലിമൂന അലാ മൻ
استبان له سنة عن رسول الله صلى الله عليه وسلم لم يحل له أن يدعها لقول أحد. അത് അജ്മഅൽ മുസ്ലിമൂൻ, മുസ്ലിം പണ്ഡിതന്മാർ അവർ ഏകോപിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി വന്നാൽ ആ കാര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള ആളുകളുടെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് ആ കാര്യത്തെ ഒഴിവാക്കുക എന്നുള്ളത് അത് ഒരാൾക്കും തന്നെ അനുവദനീയമല്ല. വകുല്ലു മസ്അലത്തിൻ സഹഹ ഫീഹൽ ഖബറു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ അഹ്ലിൻ നഖ്ലി ബിഖിലാഫി മാ ഖുൽതു ഫഅന റാജിഉൻ അൻഹാ ഫീ ഹയാതി വബഅദ മൗതി. ഇനി ഞാൻ പറഞ്ഞ കാര്യം അത് അഹ്ലുൻ നഖ്ലിന്റെ അടുക്കൽ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആനിന്റെയും ഹദീസിന്റെയും പിൻബലത്തോടു കൂടി സംസാരിക്കുന്ന ആളുകളുടെ വാക്കിന് എതിരായിക്കൊണ്ട് നിങ്ങൾ കാണുകയാണ് എങ്കിൽ, വാക്കുകൾക്കെതിരായിക്കൊണ്ട് നിങ്ങൾ കാണുകയാണ് എങ്കിൽ ഞാനിതാ മടങ്ങുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് മടങ്ങുന്നത് ആ ആളുകളിലേക്കാണ്. ഞാൻ മരിച്ചതിന് ശേഷം എന്റെ വാക്കുകളെ നിങ്ങൾ മടക്കേണ്ടത് അത്തരക്കാരിലേക്കാണ് എന്ന് മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അതുകൊണ്ട് തന്നെ അവരെ ആരെയും തഖ്ലീദ് ചെയ്യുവാൻ, അന്ധമായി അനുകരിക്കുവാൻ മതം നമ്മെ പഠിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, ലാ തുഖല്ലിദുനി വലാ തുഖല്ലിദു മാലികൻ വലാ ഷാഫിഈ വലാ ഔസാഇ വലാ തൗരി. ഇമാം തൗരിയെയോ ഇമാം ഔസാഇയെയോ ഇമാം ഷാഫിഈയെയോ ഇമാം മാലിക്കിനെയോ നിങ്ങൾ ഒരിക്കലും അന്ധമായി അനുകരിക്കരുത്, അന്ധമായി അനുകരിക്കുവാൻ പാടുള്ളതല്ല എന്നെല്ലാം ഇത്തരത്തിലുള്ള ഇമാമുമാർ കൃത്യമായി ബോധിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രമാണബദ്ധമായി കൊണ്ടായിരിക്കണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓതി കേൾപ്പിക്കുകയുണ്ടായി, പഠിപ്പിക്കുകയുണ്ടായി. വസ്തുത അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, വ അത്തിഉർ റസൂല, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കുക, വ ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കാര്യകർത്താക്കളെ നിങ്ങൾ അനുസരിക്കുക. വ ഇൻ തനാസഅതും ഫീ ഷൈഇൻ, ഇനി മതത്തിന്റെ വിഷയത്തിൽ വല്ല വിഷയത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ടാവുകയാണ്, തർക്കമുണ്ടാവുകയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വ ഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ റസൂലിലേക്കുമായി കൊണ്ട് നിങ്ങളതിനെ മടക്കുക എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കരണീയമായിട്ടുള്ളത്, അവൻ ഏറ്റവും നന്നായിട്ടുള്ളത് പ്രശ്നങ്ങൾ വരുമ്പോ മതത്തെ അറിയുവാൻ വേണ്ടി അവൻ പ്രമാണങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. പ്രമാണങ്ങൾ എന്ന് പറയുമ്പോ പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രമാണങ്ങളാണുള്ളത്. ഒന്നാമത്തത് പരിശുദ്ധ ഖുർആൻ, രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസുകൾ. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. ഈ സ്വഹീഹായ ഹദീസുകൾക്കും പരിശുദ്ധ ഖുർആനിനോടും യോജിച്ചു വരുന്ന രൂപത്തിലുള്ള ഇജ്മാഉകളും ഖിയാസുകളും ഇസ്ലാമിൽ പ്രമാണമായി കൊണ്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ളതാണ് പ്രമാണങ്ങൾ. ഇനി പലപ്പോഴും ആധുനിക കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, പഠിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ പലപ്പോഴും ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രമാണങ്ങളെ തള്ളുന്ന ആളുകളെ കാണാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം ബസ്സാർ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സതഫ്തരികു ഉമ്മത്തി അലാ എന്റെ ഉമ്മത്ത് 70 ചില്ലാനം ശാഖകളായിക്കൊണ്ട് പിരിയുക തന്നെ ചെയ്യും. അതിൽ ഭൂരിപക്ഷവും എന്റെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണമാണ്. അതിൽ 70 ചില്ലാനം കക്ഷികളാകുമെന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം ആളുകളും എന്റെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസമുണ്ടാക്കുന്ന ഫിത്നയാകുന്നു. കൗമുൻ, അവരുടെ പ്രത്യേകത അവരൊരു സമൂഹമാകുന്നു. യഖീസൂനൽ ഉമൂറ ബിറഈഹിം, യഖീസൂനൽ ഉമൂറ, അവർ കാര്യങ്ങളെ അളക്കുന്നു. ബിറഈഹിം, അവരുടെ ബുദ്ധി കൊണ്ട്, അവരുടെ വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ. മാത്രവുമല്ല അവർ ഹലാലുകളെ അവർ ഹറാമാക്കിക്കൊണ്ടിരിക്കുന്നു. വയുഹില്ലൂനൽ ഹറാമ, ഹറാമായ കാര്യങ്ങളെ അവർ
ഹലാലായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതാണ് ആ സമൂഹത്തിന്റെ പ്രത്യേകത. അതാണ് ആ സമൂഹത്തിന്റെ പ്രത്യേകത. ആ സമൂഹം എന്തെങ്കിലും കാര്യം വരുമ്പോ സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നു. സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് സ്വന്തം ബുദ്ധിക്ക് യോജിക്കുമെങ്കിൽ അതിനവർ ഹലാലാക്കും. സ്വന്തം ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യമാണ് എങ്കിൽ അത് പ്രമാണങ്ങളിലുള്ളതാണെങ്കിലും ശരി, ഹദീസുകളിൽ വന്ന കാര്യങ്ങളാണെങ്കിലും ശരി, അവരതെടുക്കാതെ അതവരുടെ ജീവിതത്തിൽ പകർത്താതെ അതിനവർ മാറ്റിവെക്കുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥ ഇന്ന് സംജാതമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രമാണങ്ങളിൽ പിഴച്ചതാർക്കാണ്, പ്രമാണങ്ങളിൽ നിന്നും അകന്നുപോയവരാരാണ്, ആർക്കാണ് ഇത്തരത്തിൽ പ്രമാണങ്ങളിൽ നിന്നും വ്യതിയാനങ്ങൾ സംഭവിച്ചത്. അവിടെ കൃത്യമാണ് ഇമാം ആജുരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അശ്ശരിഅ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇമാം യൂസുഫുൽ അസ്ബാത്ത് റഹ്മത്തുള്ളാഹി അലൈഹിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു വചനം. ആ വചനത്തിൽ കാണാം ഉസൂലുൽ ബിദ്അഇ അർബഅത്തുൻ, അടിസ്ഥാനമായി പിഴച്ചു പോയ കക്ഷികൾ 4 വിഭാഗമാകുന്നു. അതിലൊന്നാമത്തത് അർ-റവാഫിളു, രണ്ടാമത്തത് വൽ ഖവാരിജു, മൂന്നാമത്തത് വൽ ഖദരിയ്യ, നാലാമത്തത് വൽ മുർജിഅ, ثم تتشعب كل فرقة 18 طائفة. ഈ പറഞ്ഞ ഓരോ കക്ഷികളും പിന്നീട് 18 വിഭാഗമായിക്കൊണ്ട് അവാന്തര വിഭാഗമായിക്കൊണ്ട് പിരിയുകയുണ്ടായി. അങ്ങനെ അവർ മുഴുവനായിക്കൊണ്ട് പിരിഞ്ഞപ്പോൾ ആ 18 ഗുണിക്കണം 4 എന്ന് നോക്കുമ്പോ അവർ 72 കക്ഷികളായി നമുക്ക് കാണാം. മാത്രവുമല്ല ആ 72 കക്ഷികളാണ് യഥാർത്ഥത്തിൽ വഴിപിരിഞ്ഞു പോയ ആളുകൾ. അവരാകുന്നു നരകത്തിന്റെ ആളുകൾ. ബാക്കിയുള്ള ഒരു കക്ഷിയുണ്ട്. ആ കക്ഷിയാണ് അൽ ജമാഅ, ആ സഹാബിമാരുടെ മാർഗം അംഗീകരിക്കുന്ന സമൂഹമെന്ന് മഹാനായ യൂസുഫുൽ അസ്ബാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. റവാഫിളിയാക്കൾ എന്ന് പറഞ്ഞാൽ ഷിയാക്കളുടെ വിഭാഗമാണ്. മനുഷ്യന്മാർക്ക് അതല്ലെങ്കിൽ വ്യക്തികൾക്ക് പുണ്യം കൽപ്പിക്കുന്ന ആളുകൾ, വ്യക്തികൾക്ക് പുണ്യം കൽപ്പിച്ചുകൊണ്ട് ആ വ്യക്തികളിൽ നിന്നും ബറക്കത്തുകളും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എങ്കിൽ നമ്മൾ അവർ അഹ്ലു സുന്നയുടെ ആളുകളാണെന്ന് എണ്ണുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അവർ റാഫിളിയാക്കളാണ്. റാഫിളിയത്തിന്റെ ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാവുകയും പിന്നീട് അഹ്ലു സുന്ന എന്ന് വാദിക്കുകയും ചെയ്താൽ പോലും അയാൾ റാഫിളി തന്നെ. മാത്രവുമല്ല രണ്ടാമത്തെ വിഭാഗമായ ഖവാരിജുകൾ അവർ പ്രത്യേകിച്ചും പറഞ്ഞുകൊണ്ടിരുന്നത് ഇനിൽ ഹുക്മു ഇല്ലാ ബില്ലാ എന്ന വാദമായിരുന്നു. പ്രമാണങ്ങളിൽ നിന്നും അവർ തെറ്റിപ്പോയി. ഇനിൽ ഹുക്മു ഇല്ലാ ബില്ലാ എന്ന വാദത്തെ സ്വന്തം ബുദ്ധി കൊണ്ട് അവർ വ്യാഖ്യാനിച്ചു. അവിടെ അവർക്ക് തെറ്റുപറ്റി. ആ തെറ്റിന്റെ ഒന്നാമത്തെ ഇര ലോകത്തിന്റെ 4ാമത്തെ ഖലീഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുന്നാര മരുമകൻ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നത് നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഖദരിയാക്കൾ കടന്നു വരികയുണ്ടായി. ഖദരിയാക്കളുടെ പ്രത്യേകത അള്ളാഹുവിന്റെ ഖദറിനെ നിഷേധിക്കുന്ന ആളുകളായിരുന്നു. അത്തരത്തിലുള്ള ആളുകളും മോഡേൺ മുസ്ലിങ്ങൾ എന്നുള്ള നാമത്തിൽ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള ആളുകളും അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആളുകളാണ് ഞങ്ങളെന്ന് വാദിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ അവരെ കാണേണ്ടത് അത് എന്റെ ഉള്ളിലാണുള്ളത് എങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലാണുള്ളത് എങ്കിൽ നമ്മൾ നമ്മെ എണ്ണേണ്ടത് ഖദരിയാക്കളുടെ കൂട്ടത്തിലാണ് എന്നുള്ള കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ തന്നെ മുർജിയാക്കൾ ഈ രൂപത്തിൽ ഇവരാണ് യഥാർത്ഥത്തിൽ പിഴച്ചുപോയ കക്ഷികളെന്ന് പറയുമ്പോൾ ആ ഖദരിയത്തിന്റെയും ജഹ്മിയത്തിന്റെയും മുർജിയത്തിന്റെയും എല്ലാം സ്വാധീനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പല സംഘടനകളിലും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത ഒരിക്കലും തന്നെ നമുക്ക് നിഷേധിക്കാൻ സാധിക്കുന്നതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബുദ്ധിക്ക് യോജിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങൾ വരികയാണ് എങ്കിൽ സ്വന്തം ബുദ്ധിക്ക് യോജിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങൾ വരികയാണ് എങ്കിൽ അവിടെ അതിനെ മാറ്റി നിർത്തുകയും സ്വന്തം ബുദ്ധിയെ പ്രമാണമായി കാണുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു സംഭവമുണ്ട്. ഇസ്ലാം ബുദ്ധി കൊണ്ടളക്കേണ്ട മതമായിരുന്നു ഇസ്ലാമെങ്കിൽ കുഫയുടെ മുകളിലായിരുന്നില്ല തടവേണ്ടത്, കുഫയുടെ അടിഭാഗത്തായിരുന്നു തടവേണ്ടത്.
നമുക്കറിയാം, ഒളൂ ചെയ്യുന്ന ഒരാൾ സോക്സ് ധരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒളൂ ചെയ്തുകൊണ്ട് സോക്സ് ധരിച്ചയാൾ പിന്നീട് ഒളൂ ചെയ്യുന്ന സാഹചര്യത്തിൽ, ഉഫ ധരിച്ചയാൾ പിന്നീട് ഒളൂ ചെയ്യുന്ന സാഹചര്യത്തിൽ അത് ഊരി വെക്കേണ്ട ആവശ്യമില്ല, അതിന്റെ മുകൾ ഭാഗത്തൊന്ന് തടവിയാൽ മതി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബുദ്ധി കൊണ്ടാണ് കാര്യം ചിന്തിച്ചുകൊണ്ടാണ്, പ്രമാണമായി കൊണ്ട് ബുദ്ധിയെയായിരുന്നു കണ്ടിരുന്നത് എങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉഫയുടെ അടിയിലായിരുന്നു തടവേണ്ടത്, സോക്സിന്റെ അടിയിലായിരുന്നു തടവേണ്ടത്. പൊടിയും ചളിയുമെല്ലാം അവിടെയാണ് കൂടുതൽ ഉണ്ടാവുക. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് മുകളിൽ തടവണമെന്നുള്ളതാണ്. ഈ രൂപത്തിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രമാണമായി കൊണ്ടൊരു കാര്യം വന്നാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കായാലും ഖുർആനിൽ നിന്നുള്ള വചനങ്ങളായാലും വന്നു കഴിഞ്ഞാൽ അതിനെ മുൻകടക്കുവാൻ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് സാധ്യമല്ല. പ്രമാണം പറഞ്ഞിടത്ത് നിൽക്കുകയാണ് വേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി റസൂൽ, അള്ളാഹുവിനേക്കാളും അള്ളാന്റെ റസൂലിനേക്കാളും നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതില്ല. വത്തഖുല്ലാ, അള്ളാന്റെ റസൂൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെ മറികടന്നു പോകാൻ നിങ്ങൾക്ക് പറ്റൂല. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാനെ നിങ്ങൾ സൂക്ഷിക്കുക. ഇന്നല്ലാഹ സമീഉൻ അലീം, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മൾ ഓതി കേൾപ്പിക്കുകയാണ്. സൂറത്തുൽ ഹുജറാത്തിലെ 1-ാമത്തെ വചനമാണത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പ്രവാചകന്റെ വചനങ്ങൾ, ആ പ്രവാചകന്റെ പേര് അതിന്റെ കൂടെ കൂട്ടിപ്പറഞ്ഞെന്നതുകൊണ്ട് പ്രവാചകന്റെ വചനങ്ങളും പ്രമാണമായി കാണേണ്ടതുണ്ട്. പലപ്പോഴും ആധുനികതയുടെ പിന്നാലെ പോയി വിശുദ്ധ ഖുർആനെ പോലെ പ്രമാണമായി കാണേണ്ടതില്ല തിരുസുന്നത്ത് എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതല്ലെങ്കിൽ നമുക്കറിയാം, പേരെടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ആ രംഗത്ത് പ്രയാസങ്ങളുണ്ട് എങ്കിൽ പോലും അറിയുവാൻ വേണ്ടി മാത്രം പറയുന്നു. നമുക്കറിയാം, ചേകന്നൂരികളായ ആളുകൾ ഖുർആനിനെ പ്രമാണമായി കാണുന്നു, അതോടൊപ്പം ഹദീസിനെ അവർ പ്രമാണമായി കാണുന്നില്ല. പിന്നീട് 2002 മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ള മടവൂരി സുഹൃത്തുക്കൾ അവരും ഇത്തരത്തിലുള്ള ഹദീസ് നിഷേധികളായി മാറുകയും ഹദീസിനെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുവാൻ ശ്രമിക്കുകയും ഖുർആൻ മതി എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ഇക്കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുതിയ വ്യാഖ്യാനങ്ങളുമായി വന്നിട്ടുള്ള നവമടവൂരി സുഹൃത്തുക്കളും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയിൽ ഇറങ്ങിയ മാസികകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ബുദ്ധിക്ക് യോജിക്കാത്ത രൂപത്തിലുള്ള ഹദീസുകൾ വന്നാൽ അതിനെ തള്ളിക്കളയാവുന്നതാണ്. ഹദീസുകളെ സംരക്ഷിക്കുക എന്നുള്ള സംരക്ഷണ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തിട്ടില്ലല്ലോ, തെറ്റുകൾ അതിൽ വരാം എന്ന രൂപത്തിൽ പോലും ലേഖനം എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയും നമ്മൾ മടങ്ങേണ്ടത് പ്രമാണങ്ങളിലേക്ക് തന്നെയാണ്. ആരെങ്കിലും ഇതിന്റെ മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതല്ലെങ്കിൽ ആ രംഗത്ത് സലഫുകളുടെ നിലപാടെന്തായിരുന്നു എന്നുള്ളതാണ്. ആ രംഗത്ത് സലഫുകൾ എന്താണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹ്ലിലെ 44-ാമത്തെ വചനം പ്രസക്തമാകുന്നത്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. വഅൻസൽനാ ഇലൈക ദിക്റ, തീർച്ചയായും ആ ദിക്റിനെ നാം ആകുന്നു നിന്നിലേക്ക് ഇറക്കി തന്നത്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടി. അവിടെ ദിക്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിൽ നാം ആകുന്നു നിനക്ക് ഇറക്കി തന്നത്. എന്തിനാ ഇറക്കി തന്നത്? ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടി. അപ്പോ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കേണ്ടതുണ്ട്. ആ വ്യക്തമാക്കി കൊടുത്ത ജീവിതത്തെയാണ് ഹദീസ് എന്ന് പറയുന്നത്. ആ വ്യക്തമാക്കി കൊടുത്ത ജീവിതത്തെ, പ്രവാചകന്റെ ജീവിതത്തെ, ആ ജീവിതത്തെയാണ് ഹദീസ് എന്ന് പറയുന്നത്, സുന്നത്ത് എന്ന് പറയുന്നത്. ആ ഹദീസ് അതല്ലെങ്കിൽ സുന്നത്ത്, ആ സുന്നത്തിനെ പ്രമാണമായി കാണാതെ പോയി കഴിഞ്ഞാൽ, അതിനെ അള്ളാഹു സംരക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ആയത്തിന് ഘടകവിരുദ്ധമായി കൊണ്ടത് വരും. കാരണം പ്രമാണത്തെ അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിനെ സ്വന്തം ജീവിതത്തിലൂടെ വ്യക്തമാക്കി കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ
ആ പഠിപ്പിച്ചു കൊടുത്ത കാര്യം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുമ്പോൾ, ആ കാണിച്ചു കൊടുത്തതാണ് അള്ളാന്റെ റസൂലിന്റെ ഹദീസുകളായി കൊണ്ടിന്ന് രേഖപ്പെടുത്തി വെക്കുന്നത് എങ്കിൽ ആ ഹദീസുകളെ സംരക്ഷിക്കുക എന്നുള്ള ബാധ്യത അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത ആ ദിക്റിൽ ഉൾപ്പെടുമെന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ, മുൻഗാമികളായ പണ്ഡിതന്മാരെല്ലാവരും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഹദീസ് പ്രമാണമാണ് ഖുർആനിനെ പോലെ. ഖുർആനിനെ പോലെ തന്നെ പ്രമാണമാണ്. ഒരു കാര്യം ഖുർആനിൽ സ്ഥിരപ്പെട്ടു വന്നാൽ അതിനെ ഏതൊരു നിലപാടോടു കൂടിയാണോ വിശ്വാസികൾ സ്വീകരിക്കുക, അതേ നിലപാടോടുകൂടി ഒരു കാര്യം ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നാലും സ്വീകരിക്കണം. അവിടെ അത് ഖുർആനിലാണല്ലോ, മറ്റേത് ഹദീസിലാണല്ലോ. അല്ലെങ്കിൽ ആ ഖുർആനിന് എതിരായിക്കൊണ്ടാണല്ലോ ഹദീസ് വന്നത് എന്നൊക്കെ പലപ്പോഴും ചർച്ചകൾ കാണാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വഹീഹായ ഹദീസുകൾ ഒന്നും തന്നെ ഖുർആനിന് വിരുദ്ധമായി കൊണ്ടുവരുന്നതല്ല. സ്വഹീഹായ ഒറ്റ ഹദീസ് പോലും ഖുർആനിന് വിരുദ്ധമായി വരുന്നതല്ല. കാരണം ഇത് രണ്ടും പ്രമാണമാണ്, രണ്ടും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വമാ യൻതിഖു അനിൽ ഹവാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുന്നില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, നബി സംസാരിക്കുന്നത് അത് കൃത്യമായ വഹ്യിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തന്നത്. ഇപ്പോ നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിലുള്ള പല മടവൂരി സുഹൃത്തുക്കളും പിന്നീട് മടവൂരികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ കൂടെ നടക്കുന്ന ആളുകളുമെല്ലാം സാധാരണഗതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഉദാഹരണം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ച ഹദീസ് അത് ബുഖാരി ഉദ്ധരിക്കുന്നതായാലും ശരി, അത് ഞങ്ങൾക്ക് വേണ്ട. കാരണം എന്താ? പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന് വൈരുദ്ധ്യമായി കൊണ്ട്, ഘടകവിരുദ്ധമായി കൊണ്ടാണ് ആ ഹദീസ് ഉള്ളത്. ഏതാ ആയത്ത്? യത്തബിഊന ഇല്ലാ ഖൗലൻ മസ്ഹൂറ. ഒരു സിഹ്ർ ബാധിച്ച മനുഷ്യന്റെ വാക്ക് മാത്രമാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കുന്ന ആളുകളുണ്ടായിരുന്നു. നബിയെ പിൻപറ്റിയ ആളുകളെ കളിയാക്കുന്ന ആളുകളുണ്ടായിരുന്നു. സിഹ്ർ ബാധിച്ച ഒരു മനുഷ്യന്റെ വാക്കുകളെയാണോ നിങ്ങൾ പിൻപറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന. അപ്പോ നബിക്ക് സിഹ്ർ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളും പെടൂലേ എന്ന് ഈ രൂപത്തിലാണ് ചോദ്യം. ആ ആയത്തിന് വിരുദ്ധമായി കൊണ്ടല്ലേ ഈ ഹദീസ് ഉള്ളത്. അതുകൊണ്ട് ബുഖാരി ഉദ്ധരിച്ചതാണെങ്കിലും ശരി, അത് എടുക്കാൻ പറ്റൂല, തള്ളിക്കളയണം. എന്താ സഹോദരന്മാരെ ഇതിന്റെ വസ്തുത? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. പ്രമാണങ്ങളിലേക്ക് കൃത്യമായി മടങ്ങിയാൽ അതിന് മറുപടി അവിടെ തന്നെ കിട്ടും. ഈ വാദം ആരാണ് ആദ്യം ഉന്നയിച്ചത്? നിങ്ങൾ പിൻപറ്റുന്നത്, അല്ലെങ്കിൽ അവർ പിൻപറ്റുന്നത് സിഹ്ർ ബാധിച്ച ഒരു മനുഷ്യന്റെ വാക്കിനെ മാത്രമാണ് എന്ന് പറഞ്ഞ ഈ ആയത്തുകളൊക്കെ, പരിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകളൊക്കെ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ മക്കയിൽ ഇറങ്ങിയ ആയത്താണ്. ഒന്നുപോലും അതിൽ മദീനയിൽ ഇറങ്ങിയതില്ല, അല്ലെങ്കിൽ നബിയുടെ മദീന ജീവിതവുമായി ബന്ധപ്പെട്ട സമയത്ത് ഇറങ്ങിയതില്ല. മക്കിയായ സൂറത്തുകൾ, മക്കിയായ ആയത്തുകളാണ്. അപ്പൊ അബൂജഹലിനെ പോലെയുള്ള, ഉത്ബത്തിനെ പോലെയുള്ള, ശൈബത്തിനെ പോലെയുള്ള ആളുകളാണ് അത് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചതാണെങ്കിലോ അത് മദീനയിൽ വെച്ചുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി ലബീദ് ബിൻ ആസമിനെ പോലെയുള്ള ആളുകൾ നബിക്ക് സിഹ്ർ ചെയ്തപ്പോ അത് സംഭവിക്കുന്നത് മദീനയിലുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത അവിടെ കൃത്യമാണ്. ഇനി ഈ ഹദീസ് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിന് വിരുദ്ധമാണെന്നൊരാൾ പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാണ് അപകടം. അതുകൊണ്ട് സംഭവിക്കാനുള്ള അപകടം വലിയതാണ്.
കാരണം അബൂജഹലിനും ഉത്ബത്തിനും ശൈബത്തിനൊക്കെ ഗൈബ് അറിയുന്നു എന്നിടത്തേക്ക് എത്തും കാര്യം. ലൗഹുൽ മഹ്ഫൂദൊക്കെ ഇങ്ങനെയാണ് നോക്കി മൊയ്തീൻ ഷെയ്ഖ് നോക്കിയ പോലെ. ഖുറാഫികൾക്കുള്ള വാദം പോലെ ഇത്തരത്തിലുള്ള ആളുകളും ഖുറാഫാത്തിലേക്ക് എത്തിപ്പെടും. കാരണം മൊയ്തീൻ ഷെയ്ഖ് ഇങ്ങനെ ആ ലൗഹുൽ മഹ്ഫൂദിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ പല കാര്യങ്ങൾ എഴുതിച്ചത് കണ്ടു. അപ്പൊ തന്റെ മുരീദിനെതിരായി എഴുതിയ ചീക്കൊക്കെ തന്റെ തലപ്പാവ് അഴിച്ച് എറിഞ്ഞു എന്നൊക്കെയാണ് മൊയ്തീൻ മാലിക് കാണുക. ഈ രൂപത്തിൽ ഇങ്ങനെ അബൂജഹൽ നോക്കിയപ്പോ ഇങ്ങനെ കണ്ടു. നബി ഇങ്ങനെ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് അല്ലാതെ നമ്മൾ ശല്യം ചെയ്യുമ്പോൾ മദീനത്തേക്ക് പോവും. മദീനത്ത് പോയി അവിടെ എത്തിക്കഴിഞ്ഞാൽ ലബീദ് ബിൻ ആസം എന്താക്കും? വന്ന് സിഹർ ചെയ്യും. അവ നബിക്ക് അത് ബാധിക്കും. എന്നാ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇവിടുന്ന് തന്നെ എപ്പം തന്നെ പ്രഖ്യാപിച്ചാള് നിങ്ങൾ പിൻപറ്റുന്നത് സിഹർ ബാധിച്ച ഒരു മനുഷ്യന്റെ വർത്തമാനം മാത്രമാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. അതാണ് ഹദീസും ആയത്തും തമ്മിൽ ചിലപ്പോ നമുക്ക് കണ്ടാൽ ഇങ്ങനെ തോന്നും ഇത് എതിരാണോ അല്ലേന്നൊക്കെ. പക്ഷേ അതിനെ കൃത്യമായി പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് എതിരല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂല് ഒരു മനുഷ്യനാണ് എന്നതുകൊണ്ട് ഒരു മനുഷ്യനിക്ക് വരാവുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനും ബാധിക്കുമെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയും അത് ബാധിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസി ഏത് നിലപാടായിരിക്കണം അവിടെ സ്വീകരിക്കേണ്ടത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഹദീസുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇത് അറിയാഞ്ഞിട്ടോ അതല്ലെങ്കിൽ അറിഞ്ഞിട്ടും സംഘടനകളുടെ നിലനിൽപ്പിന് വേണ്ടിയും അതല്ലെങ്കിൽ അതിനെ ബഹുമാനിക്കുന്നതിന് വേണ്ടിയുമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഹദീസുകളെ നമ്മൾ തള്ളുകയാണെന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ, സ്വഹീഹായ ഒരു ഹദീസ്, ഒരൊറ്റ ഹദീസ് ഒരു മനുഷ്യനോട് തള്ളിയാൽ മതി, അയാൾ ഇസ്ലാമിന്റെ ദായറയിൽ നിന്ന് പുറത്താണ്. സഹിയായ ഹദീസ് തന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നതുകൊണ്ട് ഒരാൾ തള്ളിയാൽ അയാൾ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്നും പുറത്താണ് എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം അഹ്മദ് ബിൻ സിനാൻ അൽ ഖത്താൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ തൊട്ട് ഇമാം നവവി അദ്ദേഹത്തിന്റെ അത്തദ്കിറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞൊരു പ്രസക്തമായ ഒരു ഭാഗമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇമാം അഹ്മദ് ബിൻ സിനാൻ അൽ ഖത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയണം, ലൈസ ഫി ദുനിയ മുബ്തദിഉൻ ഇല്ലാ വഹുവ യബ്അലു അഹ്ലൽ ഹദീസ്. ലൈസ ഫി ദുനിയ മുബ്തദിഉൻ, ലോകത്ത് ഒരു മുബ്തദിഉ ഇല്ല, ലോകത്ത് ഒരു പുത്തൻവാദിയും ഇല്ല, ഇല്ലാ വഹുവ യബ്ഇലു അഹ്ലൽ ഹദീസ്, ഹദീസിന്റെ ആളുകളോട് അവർക്കൊക്കെ ദേഷ്യം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ലോകത്ത് പുത്തൻവാദികളെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു ഹദീസായിട്ട് പോയാൽ മതിയാവും. നിങ്ങളൊരു ഹദീസായിട്ടാ വന്നത്, നിങ്ങൾക്ക് ഇപ്പൊ ഹദീസാണുള്ളത്, ഞങ്ങളൊക്കെ ഖുർആനുണ്ട്, ഹദീസ് അങ്ങനെ സ്വീകരിക്കാൻ പറ്റൂല, പലതും തള്ളേണ്ടി വരും എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മുൻഗാമികൾ അവർക്ക് ഇട്ട പേരാണ് മുബ്തദിഉ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഫൈദാ ഇബ്തദഅ റജുലു, ഇനി ഒരാൾ മതത്തിൽ ഒരു കാര്യം പുതുതായിട്ടുണ്ടാക്കുകയാണെങ്കിൽ നുസിഅത് ഹലാവത്തുൽ ഹദീസ് മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ നിന്നും ആ ഹദീസിന്റെ മാധുര്യം അത് ഊരപ്പെടുന്നതാണ്. അതായത് ഇസ്ലാമില് നമ്മുടെ ഇഷ്ടപ്രകാരം ഒരു കാര്യം ഉണ്ടാക്കിയാൽ പ്രമാണങ്ങളെ നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം കോട്ടിമാട്ടുവാൻ തയ്യാറാവുകയാണെങ്കിൽ ആ പ്രമാണങ്ങളെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുന്നതിന് പകരം സ്വന്തം ഇഷ്ടപ്രകാരം അതിനെ കോട്ടിമാട്ടാൻ തയ്യാറാവുകയാണെങ്കിൽ പ്രമാണത്തിനോട് വെറുപ്പ് വരുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോ മതത്തെ അറിയേണ്ടത് നമ്മൾ പ്രമാണങ്ങളിലൂടെയാണ്. ആ പ്രമാണങ്ങളിലൂടെ അറിയുമ്പോൾ അവിടെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്കിടയിൽ സംഭവിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാനാണ്, ഈ വിഷയത്തെ കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ ഇതിൽ നിന്നൊക്കെ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഹദീസുകൾ എടുത്ത് വരുന്ന സമയത്ത് അതിനോട് ആർക്കെങ്കിലും ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ, വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് ഇമാം നവവിയെ പോലെയുള്ള ആളുകൾ ആ പറഞ്ഞത് അവർ മുബ്തദിഉകളാണ് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക. അതേ രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ്. എന്റെ സമൂഹത്തില് ആളുകൾ ഇങ്ങനെ വഴിപിരിഞ്ഞുകൊണ്ടിരിക്കും. ആ വഴിപിരിഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് തറക്തു ഫീക്കും ഷൈഅൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളേക്ക് വിട്ടേച്ചു പോകുന്നുണ്ട്. ലൻ തളില്ലു ബഅദഹുമ, ആ രണ്ട് കാര്യങ്ങൾക്ക് ശേഷം, ആ രണ്ട് കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ ആ രണ്ട് കാര്യങ്ങൾക്ക് ശേഷം ഒരിക്കലും തന്നെ നിങ്ങൾ വഴിപിഴച്ചു പോകില്ല. ആ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വഴിപിഴച്ചു പോകില്ല. അത് ഏതൊക്കെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് കിതാബല്ലാഹി വസുന്നത്തി,
അത് അള്ളാന്റെ കിതാബും എന്റെ സുന്നത്തുമാണ്. ആ കിതാബിനെയും സുന്നത്തിനെയും മുറുകെ പിടിക്കാനാണ് അള്ളാന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ പ്രമാണം എന്നുള്ള നിലക്ക് ഖുർആനിനെ കാണുകയും പ്രമാണമെന്നുള്ള നിലക്ക് തന്നെ ഹദീസിനെ മനസ്സിലാക്കുകയും ഏതൊരു വിഷയങ്ങൾ വരുമ്പോഴും ആ ഖുർആനിനെയും ആ ഹദീസിനെയും എടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അവിടെ ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഇന്നലെ വൈകുന്നേരം നടന്ന ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതും സ്വന്തം ഇഷ്ടപ്രകാരമല്ല വ്യാഖ്യാനിക്കേണ്ടത്. അതിന്റെ ഒന്നാമത്തെ ഓഡിയൻസ് ആയിട്ടുള്ള, അതിന്റെ ഒന്നാമത്തെ കേൾവിക്കാരായിട്ടുള്ള സ്വഹാബിമാരെങ്ങനെയാണോ മനസ്സിലാക്കിയത് ആ രൂപത്തിലാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഹമ്മദിലെ 14-ാമത്തെ വചനത്തിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫമൻ കാന അലാ ബയ്യിനത്തിൻ മിൻ റബ്ബിഹി കമൻ സുയ്യിന ലഹു സൂഉ അമലിഹി വത്തബഹു അഹ്വാഅഹും. അതല്ല, അല്ലാഹുവിൽ നിന്നുള്ള അഫമൻ കാന അലാ ബയ്യിനത്തിൻ മിൻ റബ്ബിഹി, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തം. ആ ദൃഷ്ടാന്തത്തിലുള്ള ഒരാളും അതേ രൂപത്തിൽ തന്നെ സ്വന്തം ചീത്തയായ പ്രവർത്തനങ്ങളെ പിൻപറ്റുകയും അത് നന്നായി കാണുകയും ചെയ്ത് അതിനെ പിൻപറ്റുകയും ചെയ്യുന്ന ആളും, ഇവർ രണ്ടുപേരും സമമാണ്. അല്ലാഹുവിന്റെ അടുക്കൽ നിന്നും വ്യക്തമായി വന്ന ദൃഷ്ടാന്തത്തെ പിൻപറ്റുന്നവനും താൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ മതത്തിന്റെ തെളിവായി കൊണ്ട് കാണുന്നവനും സമമാണോ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം, അതായത് അല്ലാഹു നിഷേധിച്ചുകൊണ്ട് തന്നെയാണ്, സമമല്ല. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വന്ന കാര്യങ്ങളെ പിൻപറ്റുന്നവൻ അവൻ തന്നെയാണ് ഉന്നതൻ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോ ഇങ്ങനെ പ്രമാണങ്ങളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ആ പ്രമാണങ്ങളെ മനസ്സിലാക്കാതെ ആ പ്രമാണങ്ങളെ കുട്ടിക്കളിയായി കാണുകയും അതല്ലെങ്കിൽ തനിക്ക് തോന്നുന്ന രൂപത്തിലേക്ക് ആ പ്രമാണങ്ങളെ കൊണ്ടുപോകുവാൻ ശ്രമിക്കുകയും ചെയ്താൽ, അതല്ലെങ്കിൽ തന്റെ നേതാക്കന്മാർക്ക് വേണ്ടി, താൻ അംഗീകരിക്കുന്ന തന്റെ നേതാക്കന്മാർക്ക് വേണ്ടി നമ്മൾ അത്തരത്തിലുള്ള പ്രമാണങ്ങളുമായി കളിക്കുവാൻ നോക്കുകയാണ് എങ്കിൽ ആ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന മുന്നറിയിപ്പാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, പരലോകത്ത് വരുന്ന സമയത്ത് അവർ പറയുമെന്നാണ്, വഖാലു റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅന, റബ്ബേ ഞങ്ങളെ നയിച്ചുകൊണ്ടിരുന്ന നേതാക്കന്മാരെ ഞങ്ങൾ പിൻപറ്റുകയാണ് ഉണ്ടായത്. ഫഅളല്ലൂന സബീൽ, അവർ യഥാർത്ഥത്തിലുള്ള മാർഗത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിച്ചു കളഞ്ഞു, ഞങ്ങളെ തെറ്റിപ്പിച്ചു കളഞ്ഞു എന്ന് ആ പരലോകത്ത് വെച്ചുകൊണ്ട് അവർ പറയുമെന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രമാണങ്ങളിലേക്ക് നമ്മൾ കാര്യങ്ങളെ മടക്കുക. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഒരു കാര്യം ഹലാലാണെന്ന് മനസ്സിലായാൽ അത് ചെയ്യുക, ഹറാമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒഴിവാക്കുക. പലപ്പോഴും ഈ ഹറാം എന്നുള്ള പദപ്രയോഗം അതും കൂടി ഒന്ന് സൂചിപ്പിക്കാൻ ഞാൻ, ഇപ്പോ നമ്മളെ ചർച്ചകളിൽ വല്ലാതെ വന്നൊരു സംഭവമാണ്, ഹുക്കുമ് പറയാൻ പറഞ്ഞപ്പോ ഹറാം എന്ന് പറഞ്ഞപ്പോ ഈ ഹറാം എന്ന് പറഞ്ഞതിനെ വിശദീകരിച്ച് ഇതെന്തോ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് എന്ന രൂപത്തിലേക്ക് സംഘടനയെ നയിക്കുന്ന നേതാക്കന്മാരൊക്കെ എപ്പോഴേക്കത് ഹറാമാണല്ലോ, എന്നാ ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ചെയ്തോളും എന്നാണ്. ഹറാം എന്ന് പറഞ്ഞാൽ എന്താ സഹോദരന്മാരെ ഇതിന്റെ ഹുക്കുമ്? അല്ലെങ്കിൽ ഹറാം എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ചെയ്താൽ കുറ്റമുള്ളതാണ്. അള്ളാന്റെ അടുത്തുനിന്ന് കുറ്റം കിട്ടുന്ന കാര്യത്തിന് ഹറാം എന്ന് പറയും, ശിക്ഷ ലഭിക്കുന്ന കാര്യത്തിന്. അത് ഒഴിവാക്കിയാൽ, ബോധപൂർവം ഒഴിവാക്കിയാൽ അള്ളാന്റെ അടുത്തുനിന്ന് കൂലി കിട്ടും, അള്ളാന്റെ അടുത്തുനിന്ന് പ്രതിഫലം ലഭിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഹറാം എന്ന് പറയാം. ഇപ്പോ ചില ആളുകൾ തന്നെ വിശദീകരിക്കുമ്പോ ഇവർക്കിപ്പോ അതൊക്കെ ഹറാമാണ് എന്ന് പറയുമ്പോ അത് ഹലാലാണ്, ജായിസാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഹറാമിനെ കൊണ്ടുവന്ന ആളുകൾ ആലോചിച്ചു നോക്കണം. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദികളെയും നസാറാക്കളെയും കുറിച്ച് പറഞ്ഞു, ഇത്തഖറു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ്. അവരുടെ പുരോഹിതന്മാരെയും അവരുടെ നേതാക്കന്മാരെയും എല്ലാം അവര് റബ്ബായിക്കൊണ്ട്, അള്ളാഹുവിന് പുറമെയുള്ള റബ്ബായിക്കൊണ്ട് അവർ സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, നബി ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. നബി നിങ്ങളപ്പ പറഞ്ഞ ആയത്തുണ്ടല്ലോ അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഞാൻ ജൂതനായിരുന്നു, ഞങ്ങൾ ആരും തന്നെ ഞങ്ങളുടെ പണ്ഡിതന്മാരെ റബ്ബായി കണ്ടിട്ടില്ല. പക്ഷെ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്താ സംഭവം എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക, നിങ്ങളുടെ പണ്ഡിതന്മാർ, നിങ്ങളിലെ നാട്ടിലെ പുരോഹിതന്മാർ ഒരു കാര്യം ഹലാലാണെന്ന് പറഞ്ഞ് നിങ്ങൾ അത് ഹലാലാക്കൂലേ? ഹലാലാക്കലുണ്ട്.
നിങ്ങളുടെ നാട്ടിലുള്ള പുരോഹിതന്മാർ അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിലുള്ള പണ്ഡിതന്മാർ ഒരു ഹലാലായ കാര്യം അവർ ഹറാമാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് ഹറാമാണെന്ന് പറയാറില്ലേ? ആ ഉണ്ട്, ഞങ്ങൾ അംഗീകരിക്കാറുണ്ട്. അത് മതത്തിലെ ഹുക്കുമുകളെ മാറ്റിമറിക്കുക, ആ ഹുക്കുമുകളെ മാറ്റിമറിച്ചത് സ്വന്തം കക്ഷിയിലെ ആളാകുമ്പോൾ അതിനെ സ്വന്തം കക്ഷിയിലെ ആള് എന്നുള്ള നിലക്ക് പിൻപറ്റുവാൻ തയ്യാറാകുന്നുണ്ട് എങ്കിൽ ആ ആളുകളെ കുറിച്ചാ പറഞ്ഞത് നേതാക്കന്മാരെ റബ്ബാക്കി. അള്ളാന്റെ സ്ഥാനത്ത് കൊടുന്നു പ്രമാണത്തിൽ നിന്ന് വിട്ടാനുള്ള പ്രശ്നം അതാണ്. പ്രമാണങ്ങളിൽ നിന്ന് വിട്ടുപോയുള്ള പ്രശ്നമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ നേതാക്കന്മാരുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് നേതാക്കന്മാരെന്തു പറയുന്നു, തിരുവായിക്കെതിർവായില്ല എന്ന രൂപത്തിൽ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന തെക്കിലീരിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമുള്ള ആളുകളാണ് നമ്മളെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആ നേതാക്കന്മാരെ അള്ളാന്റെ സ്ഥാനത്ത് നമ്മൾ കണ്ടതെന്നാണ്. അള്ളാന്റെ സ്ഥാനത്താണ് കണ്ടത്. ഇത് എന്റെ വാക്കല്ല, പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ, ഒരു പടപ്പിനെയും ലാ ത്വാഅത, ഒരു പടപ്പിനും അനുസരണമില്ല ഫീ മഅസിയത്തിൽ ഖാലിഖ്, ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന വിഷയത്തിൽ. അതിന് എത്ര വലിയ ഹോജ പറഞ്ഞാലും ശരി, എത്ര വലിയ നാട്ടിലെ പ്രമാണി പറഞ്ഞാലും ശരി, നേതാവ് പറഞ്ഞാലും ശരി, അത് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾക്കെതിരാണ് എങ്കിൽ ലാ ത്വാഅത, അതിൽ യാതൊരു രൂപത്തിലുള്ള അനുസരണയുമില്ല, പാടില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതാണ് പ്രമാണത്തിനോട് നമുക്കുള്ള നിലപാട്. പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം വന്നിട്ട് തൽക്കാലം അത് മിണ്ടാതെക്കുക, അങ്ങനെയൊക്കെയാണ്. ഹദീസിലൊരു കാര്യം വരുമ്പോ തൽക്കാലം അതിപ്പോ എങ്ങനെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയാ? അതെങ്ങനെ പൊതുസമൂഹത്തിന്റെ മുമ്പ് പറയാം? ഉദാഹരണത്തിന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് എപ്പോഴും കളിയാക്കിക്കൊണ്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, പല്ലിയെ കൊന്നാൽ 100 കൂലി. അപ്പോ ഇവർക്കൊക്കെ നല്ല സുഖമാണ്. എന്താണ്, 2 ദിവസം പിന്നെ നിസ്കരിക്കേണ്ട, ഒരു പല്ലിനെ കൊന്നാൽ മതി. ആലോചിച്ച് വെക്കേണ്ട വസ്തുതയാണ്. പല്ലിനെ കൊന്നാൽ 100 കൂലി, ഒരു വക്ത് നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ 10 കൂലി. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നിസ്കരിച്ചു കഴിഞ്ഞാൽ 50 കൂലി, 2 ദിവസം നിസ്കരിച്ചാൽ 100 കൂലി. അപ്പൊ ഒരു പല്ലിനെ കൊല്ല, 2 ദിവസം പിന്നെ പള്ളിയിൽ പോണ്ട. ഇതൊക്കെ ബുദ്ധിക്ക് യോജിക്കോ സഹോദരന്മാരെ? തള്ളിക്കളി എന്നുള്ള രൂപത്തിൽ സംസാരിക്കുമ്പോ അപ്പൊ ചില ആൾക്കാര് സംഭവം മുസ്ലിം ഉദ്ധരിച്ചതാണ്, സ്വഹീഹൊക്കെ തന്നെയാണ്, എന്നാലും ജനങ്ങളോട് ഇപ്പൊ നമ്മൾ ഇതെങ്ങനെ പറയാം? അത് വേറെ കൂട്ടം. ഇതൊക്കെ ഇപ്പൊ ജനങ്ങളോട് പറയാൻ പറ്റുമോ? സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ച് നോക്കണം. അള്ളാഹുന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ വഹീന് കൊടുത്തപ്പോ ഈ പള്ളിനെ കൊന്ന ഹദീസ് അല്ലെങ്കിൽ കൊല്ലിന ഹദീസ് നബി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. അത് വരുന്ന ആളുകളോട് പ്രത്യേകം പറയണം. അതിപ്പോ ജനങ്ങൾക്ക് അല്പം മനസ്സിലായിക്കൊള്ളുന്നില്ല. ഈച്ചനെ മുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അത് ഈച്ച ജ്യൂസ് അടിച്ചെന്ന് പറഞ്ഞ് കളിയാക്കും. അപ്പൊ അതുകൊണ്ട് നബിജി ഇപ്പൊ തൽക്കാലം ഉണ്ടണ്ട. ഈ രൂപത്തിൽ ഒരു പ്രത്യേക വഹി അള്ളാഹുന്റെ റസൂലിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട സഹോദരന്മാരെ, ഇത് 7 ആകാശത്തിന്റെ മുകളിൽ നിന്നും ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഒരു മലക്ക് നബിന്റെ അടുത്ത് വന്നു എന്നുള്ളതാണ്. ഇത് ഗൗരവമുള്ള വിഷയം. ഗൗരവമില്ലാതെ ഇതിനെ കാണാൻ പറ്റൂല. ഈ ഒരു കാര്യം പറയാൻ 7 ആകാശത്തിന്റെ മുകളിൽ നിന്നും ഒരു മലക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് എങ്കിൽ അതിന് വലിയ ഗൗരവം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് നമ്മൾ പഠിക്കേണ്ടത്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അപ്പൊ നമ്മുടെ ബാധ്യതയായിട്ടുണ്ട്. ആ ബാധ്യത പിൻപറ്റാത്തിടത്തോളം കാലഘട്ടം പ്രമാണത്തെ അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ആ പറഞ്ഞ കാര്യം ഒന്നുകൂടി വിശദീകരിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അതായത് പലപ്പോഴും ഈ ചോദ്യം അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ പല ആളുകൾക്കും ഇഷ്കാലാകാറുണ്ട്. 100 കൂലി കിട്ടിയാൽ ആ നേരത്തെ പറഞ്ഞതും ഇതും തമ്മിലൊരു ബന്ധമില്ലല്ലോ എന്നൊക്കെ തോന്നുന്ന ആളുകളോട് ആ നിസ്കാരത്തിനുള്ള 10 കൂലി എന്ന് പറഞ്ഞ കൂലിന്റെ ആ വലിപ്പം ഈ പറഞ്ഞ കൂലിന്റെ വലിപ്പം എത്രയെന്നുള്ള നമുക്ക് ആർക്കും അറിയില്ല. ആ കൂലിന്റെ 2 കൂലികളും തമ്മിലുള്ള കൂലികളുടെ വലിപ്പം ഏതാണ്, ആ വലിപ്പത്തിന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാന്നുള്ള നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, രണ്ടും ജീവിതത്തിൽ പകർത്താന്നുള്ളതാണ്. നിസ്കരിക്കും വേണം, ഈ സാധനത്തിനെ കണ്ട കൊല്ലും വേണം. നിസ്കരിക്കും വേണം, ആ സാധനത്തിനെ കണ്ട കൊല്ലും വേണമെന്നാ പറഞ്ഞത് മഹാന്മാരായ.
തന്നെ പ്രമാണത്തെ കളിയാക്കുവാനോ തമാശയാക്കുവാനോ ഉള്ള ഒരു ആയുധമായി കൊണ്ടല്ല നമ്മൾ കാണേണ്ടത്. മതത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ്. അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എങ്കിൽ ഇത്ര കൂടി മനസ്സിലാക്കുക, ഇത് വന്നത് 50,000 കൊല്ലം. അങ്ങനെയാണ് ഈ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തൊക്കെ വന്നത് ഇവിടുന്ന പരലോകത്തെ കുറിച്ച് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ഈ ദുനിയാവ് വിട്ടാലുള്ള ലോകത്തെ കുറിച്ച് പറഞ്ഞത് അവിടുത്തെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം 50,000 കൊല്ലത്തിന് തുല്യമാണ്. ആ 50,000 കൊല്ലത്തിന് തുല്യമായ ദൈർഘ്യമുള്ള ആ ലോകത്തു നിന്നും ഒരു കാര്യം കണ്ട് ഇറങ്ങുമ്പോ 24 മണിക്കൂറുള്ള ലോകത്ത് വെച്ച് ചിലപ്പോൾ ചിന്തിച്ചാൽ പലപ്പോഴും നമുക്കത് മനസ്സിലായിക്കൊള്ളുന്നില്ല. 24 മണിക്കൂറുള്ള ലോകത്ത് വേണ്ട, 50 വേണ്ട, ഒരു 25 മണിക്കൂർ ഒരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ നമ്മൾ ഒരു മണിക്കൂറിന് ഏറെ ഫിറ്റ് ചെയ്യുക? എവിടെ നമ്മൾ ഫിറ്റ് ചെയ്യുക? നമുക്കത് ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല. അവിടെയാണ് മതത്തെ നമ്മൾ കാണേണ്ടത്. അത് അള്ളാഹുവിൽ നിന്നും ആകാശത്തു നിന്നും ഇറങ്ങിയതാണ്. ആ ലോകത്തുള്ള ദിവസത്തിന്റെ വിശാലത അത്രയുണ്ട്. ആ വിശാലതയിലുള്ള കാര്യങ്ങൾ പറയുമ്പോ ഈ ചെറിയ 24 മണിക്കൂർ വിശാലമായ ലോകത്തുനിന്ന് ചിലപ്പോ അതിനെ ചിന്തിച്ചാൽ മനസ്സിലാവൂല. അതുകൊണ്ടാണ് അല്ലാഹു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ബഖറ ഓതി പഠിപ്പിച്ചപ്പോ നമ്മളെ പഠിപ്പിച്ചത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സംശയത്തിന് വകയുള്ള കാര്യങ്ങളില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, അത് മുത്തഖീകൾക്ക് ഹുദയാണ്. ആരാ മുത്തഖി? മുത്തഖിന്റെ ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞോ നിസ്കരിക്കണോന്നല്ല പറഞ്ഞത്, നോമ്പ് നോൽക്കണോന്നല്ല പറഞ്ഞത്. അല്ലദീന, ആ മുത്തഖീകൾ എന്ന് പറയുന്നവർ യുഅ്മിനൂന ബിൽ ഗൈബ്, ആദ്യം പറഞ്ഞത് അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട് കുറെ, ആ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതാണ്. എങ്ങനെ വിശ്വസിക്കുക? അല്ലാഹുവിന്റെ റസൂലോട് പറഞ്ഞു, ആമന്നാ വ സദ്ദഖ്നാ സമിഅനാ വ അതഅനാ. ദാ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ആമന്നാ വ സദ്ദഖ്നാ, ദാ വിശ്വസിച്ചിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മിഅ്റാജ് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ജനങ്ങളോട് എങ്ങനെ പറയാം? ഇതെങ്ങനെ ജനങ്ങളോട് പറയാം? കാരണം അല്ലെങ്കിലേ ആളുകൾ ഭ്രാന്തനാണെന്ന് പറയുന്നുണ്ട്. ഇതും കൂടെ പറഞ്ഞാൽ എന്തായിരിക്കുമെന്നുള്ള രൂപത്തിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അബൂജഹലിനെ പോലത്തെ ആൾക്കാർ വന്ന് ചോദിച്ചത്, അല്ല മുഹമ്മദേ, ആകാശത്തുനിന്ന് ഇപ്പൊ പുതിയ വർത്താനൊന്നുമില്ലേ? ഇപ്പൊ ഒന്നും കേൾക്കണമെന്നില്ലല്ലോ, എന്തേ പടച്ചോനായിട്ടുള്ള കണക്ഷനൊക്കെ വിട്ടോ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ കളിയാക്കി ചോദിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ആകാശത്ത് പുതിയ വർത്താനല്ല. ഇന്നലെ രാത്രി ഞാൻ ഇവിടുന്ന് മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ അക്സയിലേക്ക് പോയി, അവിടുന്ന് മസ്ജിദുൽ അക്സയിൽ നിന്നും ബൈത്തുൽ മഅമൂറിലേക്ക്, 7 ആകാശത്തിന്റെ മുകളിലുള്ള ബൈത്തുൽ മഅമൂർ വരെ ഞാൻ പോയി. ഇതാണ്ട് കിട്ടിയ പാടെ എടാ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നുള്ള രൂപത്തിലാ പിന്നെ ഓല് ഓടിയത്. പണ്ടേ പറഞ്ഞതാ മുഹമ്മദിന് ഭ്രാന്താണ്, ഇപ്പൊ കണ്ടില്ല മൂച്ചിപ്പിരാന്താണ് പറയേണ്ടത്. എന്നാൽ രാത്രി ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് ഫലസ്തീൻക്ക് അങ്ങോട്ട് പോയി, എന്നിട്ട് തിരിച്ചെന്നുകണ്. എന്താണ് അബൂബക്കർ, ഇനിയെങ്കിലും കാര്യം ഒന്ന് മനസ്സിലാക്കണ്ടേ? അപ്പൊ അബൂബക്കർ ചോദിച്ച ചോദ്യം, അല്ല അത് ആരാ പറഞ്ഞു? നബി പറഞ്ഞാണ്. മുഹമ്മദ് പറഞ്ഞു. അതെ, സ്വദ്ദഖ്തു, ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. എനിക്കിഞ്ഞിപ്പോ അതിലെന്തില്ല, ഒരു അപ്പീലില്ല, എനിക്കതിലൊരു അപ്പീലില്ല, ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. ഇതാണ് സഹോദരന്മാരെ പ്രമാണങ്ങളോട് നമുക്കുണ്ടാകേണ്ട നിലപാട്. അങ്ങനെയാണ് നമ്മൾ പ്രമാണത്തെ കാണേണ്ടത്. അങ്ങനെ പ്രമാണത്തെ കാണുമ്പോൾ മതത്തിലുള്ള ഏത് ചർച്ചകൾ വന്നാലും പ്രമാണിമാരുടെ മുഖം നോക്കാതെ നമുക്ക് വിഷയങ്ങൾ തുറന്നു പറയാൻ കഴിയും. ഇല്ലാത്ത സാഹചര്യത്തിൽ ആ വിഷയങ്ങൾ പറയുവാനും ജീവിതത്തിൽ പകർത്തുവാനും വലിയ പ്രയാസമുണ്ടായിരിക്കും ദുനിയാവിൽ. ആ പ്രയാസത്തെ ഭയപ്പെട്ടുകൊണ്ടെങ്ങാനും അത്തരത്തിൽ പ്രമാണങ്ങളിൽ വല്ല കോട്ടിമാട്ടലുകളും നടത്തുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നാളെ പിറ്റേന്ന് വരാനിരിക്കുന്ന പരലോകത്ത് വലിയ നഷ്ടമായിരിക്കും, വമ്പിച്ച നഷ്ടമായിരിക്കും അതിലൂടെ ഉണ്ടാവുക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ കൃത്യമായി വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കുവാൻ തയ്യാറാവുക. അള്ളാഹു അതിന് നമുക്കവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.